പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ പുതുവർഷത്തില് ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് രാവിലെ തന്നെ ഒരു ചെറിയൊരു ന്യൂസ് യൂട്യൂബിലൂടെ ഞാൻ കേട്ടു അല്ലെങ്കിൽ കണ്ടു. മാത്യു സാമുവൽ എന്ന ഒരു ജേർണലിസ്റ്റ്, പുള്ളിക്കാരൻ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരുപാട് ന്യൂസുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. നല്ല നല്ല ന്യൂസുകളൊക്കെ പല സ്ഥലങ്ങളിലും പുള്ളിക്കാരൻ അത് കൈകാര്യം ചെയ്യുന്നു. ഒരുപാട് ജനങ്ങൾ അത് ഇഷ്ടപ്പെടുന്നൊക്കെയുണ്ട്. പക്ഷെ സമീപകാലത്തായി ആ വ്യക്തിക്ക് ക്രൈസ്തവര് ലോകം മുഴുവൻ, പ്രത്യേകിച്ച് കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ക്രൈസ്തവർ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ചില വ്യത്യസ്ത ക്രൈസ്തവ സഭകളുടെ പേരുകളൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ പഞ്ചാബിൽ എങ്ങനെയാണ് ക്രൈസ്തവ സഭ പടരാനുള്ള കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ ഹൈദരാബാദിലെ അല്ലെങ്കിൽ തെലങ്കാന, ആന്ധ്രയിലെ, തമിഴ്നാട്ടില് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ എങ്ങനെയാണ് ക്രൈസ്തവർ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയാൽ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഒരുപാട് ന്യൂസുകൾ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലത്, നല്ല കാര്യം. പക്ഷെ ഇത് മറ്റ് മതസ്ഥരെ പ്രകോപിക്കാനാണോ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സന്തോഷത്തെ കെടുത്താനാണോ ഇത് ഉപയോഗിക്കണേ എന്ന് ചില സമയം സംശയം വരുന്നത്. ഇങ്ങനെ എടുക്കുന്നത് സർവേ ശരിയോ തെറ്റോ എന്തോ ആവട്ടെ. ശരിക്കും അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിച്ചു, പഞ്ചാബിലെ ഒരുപാട് സിഖുകാർ ക്രിസ്മസ് ആഘോഷിച്ചു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈദരാബാദിൽ വലിയൊരു ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സഭയുടെ ഒരു ചാപ്പൽ അവിടെ ഉണ്ട്, പുള്ളിക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ ഒരുപാട് വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. സഭയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിക്കോട്ടെ, ഇങ്ങനെ മുസ്ലിം മതത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഹിന്ദു മതത്തെ കുറിച്ചോ അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തെ കുറിച്ചോ ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം സംസാരിക്കാൻ. മറ്റുള്ള മതങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഈ വാക്കുകൾ, അല്ലെങ്കിൽ തനിക്ക് കൂടുതൽ റീച്ച് ലഭിക്കാൻ വേണ്ടി ഞാൻ സത്യസന്ധമായിട്ടാണ് ഞാൻ സംസാരിക്കുകയുള്ളൂ, ഞാൻ അങ്ങനെയാണ് ഞാൻ അല്ലെങ്കിൽ പത്രപ്രവർത്തനം ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളെ സത്യസന്ധത സംസാരിക്കാറുണ്ട്. നല്ലത്, സംസാരിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിലെ ഒരു വാർത്ത ഞാൻ കേട്ടു. ആ വാർത്ത ഇതാണ്: കത്തോലിക്ക സഭയിലെ 100 വർഷത്തിനുള്ളിൽ ഇത്രയും മോശപ്പെട്ട ഒരു മാർപ്പാപ്പ അത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അപാര കണ്ടുപിടുത്തം മിസ്റ്റർ സാമുവൽ അല്ലെങ്കിൽ മാത്യു സാമുവൽ, താങ്കളൊരു കണ്ടുപിടുത്തം അപാര തന്നെ കേട്ടോ. ശരിക്കും ആണെങ്കിൽ 100 വർഷത്തിനിടെ ഇത്രയും മോശപ്പെട്ട താങ്കളുടെ ഈ പ്രാഗൽഭ്യമേറിയ വാക്കുകൾ കേട്ടുകൊണ്ട് അതിനടിയില് കമന്റ് ബോക്സില് ഒരുപാട് ക്രൈസ്തവ നാമധാരികള് താങ്കൾക്കൊരു ബിഗ് സിലോട്ട് തന്നിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ. കാരണം ആന്റി ക്രൈസ്റ്റ് ആണ് മാർപ്പാപ്പ, അല്ലെങ്കിൽ മുസ്ലിം എന്ന സമുദായത്തെ കൂടുതൽ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അഭയാർത്ഥികളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക വിഗ്രഹാരാധന, പച്ചമാമ അല്ലേ, പച്ചമാമ എന്നൊക്കെ പറഞ്ഞ് മുൻകാലങ്ങളിലുള്ള പച്ചമാമ വിഗ്രഹാരാധനയ്ക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക സ്ത്രീ മേഖലകളിലെ ഊന്നൽ നൽകി സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ മാർപ്പാപ്പയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ക്രൈസ്തവ നാമധാരികള് ബിഗ് സല്യൂട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. സന്തോഷം, കൺഗ്രാജുലേഷൻ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്രമാത്രം എന്ത് തെറ്റാണ് താങ്കളോട് ചെയ്തത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, കാരണം അഭയാർത്ഥികളെ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മള് കർത്താവിന്റെ വചനം വായിക്കുമ്പോൾ എങ്ങനെയാണ്, ഞാൻ നീതിമാന്മാരെ അന്വേഷിച്ചിട്ടല്ല ഈ ഭൂമിയിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്, ഞാൻ പാപികളെ അന്വേഷിച്ചിട്ടായി ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഭൂമിയിലെ അശരണര് അല്ലെങ്കിൽ ആരും ഇല്ലാത്തവര് ഇവർക്കൊരു അഭയം നൽകുകയാണ് ശരിക്കും നല്ലൊരു സുവിശേഷം. അതിന്റെ ഭാഗമാണല്ലോ കരിസ്മാറ്റിക്കൊക്കെ വന്നിട്ട് നമ്മുടെ ഈ നാട്ടില് ഒരുപാട് വ്രതമന്ത്രങ്ങളും അനാഥ മന്ത്രങ്ങളും ഒക്കെ ഇത്രമാത്രം ഒരാളെക്കാരണ വചനം ലഭിച്ചപ്പോൾ ആത്മായർക്കായാലും വൈദ്യർക്കാണെങ്കിലും സന്യസ്തർക്കാണെങ്കിലും ഒരുപാട് മക്കള് ഇങ്ങനെ ആതുരാലയങ്ങൾ കടന്നു വന്നു.
ഇല്ലേ? നമ്മുടെ ഹോസ്പിറ്റലാണേലും മറ്റെന്ത് പ്രവർത്തനങ്ങളാണേലും സുവിശേഷം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടെന്നല്ല പോയത്. സുവിശേഷത്തിൽ എങ്ങനെയാണ് ജീവിക്കുക? കാരണം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ അവസാനത്തെ വിധിയിൽ തന്നെ പറഞ്ഞ്, എനിക്ക് വിശന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നഗ്നനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടു, കുടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അവസാന വിധിയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാ മതസ്ഥരെയും സ്വീകരിച്ചു, അല്ലെങ്കിൽ എല്ലാ നമുക്കറിയാം പല സ്ഥലങ്ങളിലും യുദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ അഭയാർത്ഥികളായി നമ്മുടെ യൂറോപ്പിലും കാനഡയിലും അതിന് മറ്റു സ്ഥലങ്ങളിലൊക്കെ സ്വീകരിക്കാൻ പറയുമ്പോൾ ഇവരൊക്കെ പിന്നീട് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകണം. ഈ വരുന്ന വ്യക്തികളൊക്കെ, നമ്മൾ സ്വീകരിച്ച വ്യക്തികളൊക്കെ പൊതുവെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്വീകരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് പ്രശ്നം ഉണ്ടാക്കും. അതാണ് സുവിശേഷം. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ മാർപ്പാപ്പ കാരണമാണ് ഈ പ്രശ്നമായി എന്ന് പറഞ്ഞ ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മലയാളികളായ കുറച്ച് വ്യക്തികൾ, സഹോദരൻ ചിലപ്പോൾ റീച്ച് ലഭിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മാറി ചില ചാനലുകളുണ്ട് നമ്മൾ കേരളത്തിൽ, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, സഭയുടെ പിതാക്കന്മാരെയും അല്ലെങ്കിൽ ആത്മായ നേതൃത്വത്തെയും ചില ചാനലുകളെയും ഒക്കെ ഇങ്ങനെ വാരിക്കോരി തേച്ചുകൊണ്ട് പല വിധത്തിലും ഇങ്ങനെ റീച്ച് കൂട്ടാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുണ്ട്. പാവം പ്രതികരിക്കുന്നില്ല അല്ലെ? ഇങ്ങനെ തന്നെ പറഞ്ഞു. അതായത് ഈ സാമുവൽ തന്നെ പറഞ്ഞായിരുന്നു. ഏത് സാമുവൽ? മാത്യു സാമുവൽ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭ ഇത്രമാത്രം വളർന്നതിന്റെ കാരണം? പ്രത്യേകിച്ച് അവര് ആന്ധ്രയിലായാലും തമിഴ്നാട്ടിലാണെങ്കിലും നോർത്ത് ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും അവരെന്നെ അടിച്ചാൽ അവർ തിരിച്ചടിക്കില്ല. എങ്ങനെ അവരടിച്ചാൽ അവർ തിരിച്ചടിക്കില്ല. അതുകൊണ്ടാണ് അവര് സുവിശേഷത്തിനോട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനല്ല ഇപ്പൊ കർത്താവ് പറഞ്ഞിട്ടുള്ളത്, ഈ ചെറുതടിക്കും മറിച്ചകേട് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അതിനൊക്കെ അനുസരിച്ച് തോക്കെടുത്ത് പോയാലാ. അപ്പൊ ക്രൈസ്തവ വിശ്വാസികൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നുണ്ടെങ്കിൽ, വചനം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ എല്ലാ മക്കളെയും, അത് കുടിയന്മാരാണേലും തീവ്രവാദിയാണേലും അല്ലെങ്കിൽ എന്താ പറയുക സെക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിലും ആരാണെങ്കിലും ഇവരൊക്കെ സ്വീകരിക്കാനാണ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പാപികളെ അന്വേഷിച്ചിട്ടാ വന്നിട്ടുള്ളതെന്ന്. അല്ലെ ഇന്ന വ്യക്തികളെ മാത്രമേ ഞാൻ സ്വീകരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ ദാരിദ്ര്യം പിടിച്ച ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ പല സ്ഥലത്തു നിന്നും ഒന്നും ഈ വിദേശ രാജ്യങ്ങളിലേക്ക് അവരൊന്നും എടുക്കാൻ പാടില്ലല്ലോ. ഇപ്പൊ യൂറോപ്പും കാനഡയിലേക്കും ഒക്കെ നമ്മൾ മലയാളിയും ഇന്ത്യക്കാരും അല്ലെങ്കിൽ ഫിലിപ്പീൻസും മറ്റു രാജ്യക്കാരൊക്കെ ഇങ്ങനെ ഈ ദാരിദ്ര്യം പിടിച്ച ആൾക്ക് എല്ലാ പണിക്ക് വേണ്ടി പോകുന്നുള്ളൂ. അവർ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് റിജക്ട് ചെയ്യേണ്ടവരൊക്കെ. കാരണം പണ്ടത്തെ പോലെ വെളുത്ത വർഗ്ഗക്കാര് എന്നുള്ള ഇതിലും അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ മാത്രം മതി എന്ന് മാത്രമേ സ്വീകരിച്ചാൽ മതിയില്ല അവര്. എന്നിട്ട് നമ്മളെ പോലെ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരൊക്കെ പിടിച്ച് അത് സ്വീകരിക്കുന്ന ആവശ്യം. അപ്പോ മാർപ്പാപ്പ എടുത്തുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആ വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ടിരിക്കാനാണ് കൊടുത്തിട്ടുള്ളത്. ആരെയും സ്വീകരിക്കാനുള്ള മനോഭാവമാണ്. ഹിന്ദുക്കളും മുസ്ലിംസ് ആരെയും നിന്ന് ആയിക്കോട്ടെ. പക്ഷെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ ക്രൈസ്തവർ തന്നെയാണ്. ഒരു മുസ്ലിം പണ്ഡിതൻ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ്സ് വന്നാൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ മറ്റേതിലും വന്നോ ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിക്കാറുണ്ടോ? ഇത് ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്ന ആരാ? നമ്മൾ തന്നെയാണ്. പിന്നെ അതിൽ കൊടുത്തിരിക്കുക മാത്യു സാമുവൽ പറഞ്ഞിട്ടുള്ള അങ്കമാലി. നമുക്കിപ്പോ ഇന്ത്യയിലേക്ക് നോക്കാം, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് നോക്കാം. കേരളത്തിലെ സീറോ മലബാർ സഭയിലെ ഈ പ്രശ്നങ്ങൾ, തമ്മിത്തല്ലുകളും പ്രശ്നങ്ങളും ഇത് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പറ്റിയോ? അയാളെ കഴിവില്ലാന്ന്, പുള്ളിക്കാരന് അയാളെ കഴിവില്ലാന്ന്. ഇത് കഴിവ് തെളിയിക്കുന്ന സ്ഥലമാണല്ലോ ഇത്, ഇല്ലേ? പുള്ളിക്കാരൻ അങ്ങനെ തന്നെ എല്ലാവരെയും സസ്പെൻഷൻ ഡിസ്മിസ് കൊടുത്ത് ലക്ഷക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികളെ ഇല്ലാതാക്കാനാണോ പറയുന്നത്? അതാണ് ക്രൈസ്തവത, അതാണ് വിശ്വാസം, അതാണ് ക്രിസ്ത്യാനിറ്റി. താങ്കൾ ചിലപ്പോൾ വലിയ ജേർണലിസ്റ്റ് ആയിരിക്കാം, ലോകം കണ്ടിരിക്കാം, പക്ഷെ താങ്കൾ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല കേട്ടോ. ക്രിസ്തുവിനെ കണ്ടിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനെ സംസാരിക്കുമായിരുന്നില്ല. നമുക്ക് റീച്ച് ലഭിക്കാൻ ചിലപ്പോൾ ഇനി ക്രിസ്തുവിനെ തൊടാൻ നമുക്ക് വേണമെങ്കിൽ ചിലര് 6-ാം തിരുമുറിവും അല്ലെങ്കിൽ ക്രിസ്തുവിന് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പല വാർത്തകളും ഇട്ടുകൊടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് പേരെടുക്കാൻ വേണ്ടി നമ്മൾ ഇല്ല സിനിമാ ലോകത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പേരെടുക്കണമെങ്കിൽ ക്രൈസ്തവരെ ഇട്ടാൽ മതി. അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും അല്ലെങ്കിൽ സഭയെ കുറ്റപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ സിനിമ കാണും, ഇല്ലേ?
എല്ലാവർക്കും തൊടാളൊരു മാർഗമാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ഇപ്പൊ ക്രിസ്ത്യാനികൾ തന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ മാത്യു സാറിന് ചിലപ്പോൾ റീച്ച് ലഭിച്ചിരിക്കുക. 100 വർഷം കണ്ടു ചെയ്ത മാർപ്പാപ്പ ചെയ്ത ആ നന്മകളെ കുറിച്ച് ഒരു വാക്കെങ്കിലും ഇയാൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്, ഒരു വാക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എന്താ ഈ കേരളത്തിലെ പ്രത്യേകിച്ച് ശ്രീരാമ മിഷനും അല്ലെങ്കിൽ മതമൈത്രി സമ്മേളനം നടത്താൻ വേണ്ടി ലോകത്ത് ഒരു സ്ഥലം കിട്ടിയില്ല അല്ലെ? എല്ലാരും പോയി റോമിലേക്ക് എന്തിനാ പോകാൻ കാരണം? എല്ലാ മത നേതാക്കന്മാരും കൊണ്ട് അവിടേക്ക് പോകാൻ കാരണം ഇങ്ങനെ ഇത്രയും പ്രശ്നക്കാരനാണ് ഇങ്ങനെ അടുത്തേക്ക് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇവിടെ മറ്റേതെങ്കിലും മതസ്ഥലത്തേക്ക് പോയാൽ മതിയില്ലേ? എവിടെ സംസാരിക്കുമ്പോഴും പ്രത്യേകിച്ച് എന്താ പറയാ വാർത്തയാ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തു പറയുന്നു എന്ന് ലോകം ശ്രദ്ധിക്കാൻ കാരണം എന്നാ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? കത്തോലിക്ക സഭയുടെ തലവൻ ഒരു വാക്ക് പറയുന്നത് എന്താന്ന് കേൾക്കാൻ വേണ്ടി എല്ലാവരും ചെവി കൊടുത്തിരിക്കുക. മറ്റു മതസ്ഥരുടെയോ അല്ലെങ്കിൽ മറ്റ് ലോക നേതാക്കളുടെയും വാക്ക് കേൾക്കാൻ ഇത്രമാത്രം ക്യൂരിയസിറ്റി നിൽക്കുന്നുണ്ട്. അപ്പൊ അതിലെന്തുണ്ട്? ഞാൻ പറഞ്ഞത് ഇതില് പ്രത്യേകിച്ച് കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള ഞാൻ നോക്കുമ്പോൾ ഏകദേശം 600-ലധികം ഇത് വന്ന് 4 മണിക്കൂറിലധികം ആയിട്ടുണ്ട്. 600-ലധികം വേറെ കമന്റ് ബോക്സ് വന്നതില് ഭൂരിപക്ഷം ക്രൈസ്തവ നാമധാരികൾ തന്നെയാണ് മാർപ്പാപ്പയെ എതിർത്തിട്ടുള്ളത്. എന്റെ ദൈവമക്കളെ, നിങ്ങൾ എന്തറിഞ്ഞിട്ട് അതൊക്കെ സംസാരിക്കുന്നത്? അങ്കമാലി പ്രശ്നം വന്നപ്പോൾ എന്തു പ്രശ്നം? ഒരു വൈദികന് ഏതെങ്കിലും തരത്തിൽ കുറവ് സംഭവിച്ചാലോ അല്ലെങ്കിൽ ഒരു ബിഷപ്പിന് എന്തെങ്കിലും സംബന്ധിൽ ഒരു കുറവ് സംഭവിച്ചാലോ ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ഏറ്റവും കൂടുതൽ ഇടപെടുന്നവരാ നമ്മൾ തന്നെയല്ലേ? മറ്റു മതസ്ഥരാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു വലിയ സുവിശേഷം കൊടുക്കലാണ്. ഇതാണോ സുവിശേഷം? സ്വന്തം കണ്ണില് കരടെടുത്ത് മാറ്റാതെ മറ്റുള്ളവരുടെ കണ്ണില് കരടെടുത്ത് മാറ്റാനാണ് സുവിശേഷം. കുറച്ച് നാളുകളായി ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തോണ്ടിക്കോ നിങ്ങൾ മാക്സിമം മാർപ്പാപ്പയെ, ഫ്രാൻസിസ് മാർപ്പാപ്പയല്ല, പിതാക്കന്മാരെയും കർദിനാൾമാരെയും സഭയും ഒക്കെ തോണ്ടാൻ തുടങ്ങിയിട്ട് കുറെ നാള്. ഒന്നും മനസ്സിലാക്കിക്കോ കേട്ടോ, 2000 വർഷം കഴിഞ്ഞ് തോണ്ടാൻ തുടങ്ങിയിട്ട് ഇതുവരെ കത്തോലിക്ക സഭയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതിന് കാരണമുണ്ട്. കാരണം പരിശുദ്ധാത്മാവിനല്ല നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അധികാരം അത് ദൈവത്തിൽ നിന്നാണ്. അപ്പൊ ആ തെരഞ്ഞെടുപ്പ് ദൈവത്തിൽ നിന്നാണ്. അല്ലെ, കുറച്ച് വിവരമില്ലാത്ത കുറച്ച് പേര് അത് ആന്റി ക്രൈസ്റ്റ് ആണ്, പിശാചാണ്, സാത്താനാണ്, ക്രൈസ്തവ സമൂഹത്തെ ഇല്ലാതാക്കാനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വന്നിട്ടുള്ളത്. കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുന്ന വാക്കുകൾ പറയല്ലേ എന്റെ നസ്രാണികളെ. ഒരു മുസ്ലിംസോ ഹിന്ദുക്കളോ മറ്റ് വിശ്വാസികളാണോ ഇത് പറഞ്ഞെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് പറയുന്നത് മുഴുവൻ ഈ ക്രൈസ്തവ നാമധാരികൾ. ഈ നാമധാരികള് എന്ന് പറയുന്നത് ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയാനറിയുള്ളൂ. യഥാർത്ഥ ക്രൈസ്തവയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക്, ക്രിസ്തു അനുഭവത്തിലേക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല. ആമേൻ.